ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ ഒരു ടോപ്പ് എടുത്ത് ആ ടോപ്പ് ലൂസായിരിക്കും. അപ്പോൾ ആ ലൂസായ ടോപ്പ് എങ്ങനെയാണ് നമ്മുടെ അളവിലേക്ക് ഷേപ്പ് ചെയ്യുക എന്നുള്ളത് കാണിക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ ടോപ്പാണെങ്കിലും നമ്മളിപ്പോൾ കസ്റ്റമർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിലും എങ്ങനെയാണ് ഒരു ടോപ്പ് വെച്ച്, ഇതാണ് അളവ് ടോപ്പ്, ഇതാണ്. അപ്പോൾ ഈ അളവിലേക്ക് എങ്ങനെയാണ് ഈ ടോപ്പ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മുടെ ടോപ്പ് അടിമറിച്ചിട്ടാണ് ഇടേണ്ടത്. അടിമറിച്ച് ഡബിളാക്കി ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവർ എന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ഇതുപോലെ ഡബിളാക്കി ഫോൾഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ റെഡിമെയ്ഡ് എടുത്ത ടോപ്പാണ്. നമ്മളിപ്പോൾ ആര് റെഡിമെയ്ഡ് ടോപ്പ് എടുത്താലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ലൂസാണ്. അപ്പോൾ ഈ ലൂസ് എങ്ങനെയാണ് നമ്മുടെ അളവിലേക്ക് ഷേപ്പ് ചെയ്ത് ടൈറ്റ് ആക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിലിപ്പോൾ സ്ലിറ്റ് ഒന്നും ചെയ്യാനില്ല. നമുക്കിപ്പോൾ സ്ലിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്ലിറ്റ് ഇവിടെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമ്മൾ വേറെ സ്ലിറ്റാണ് തയ്ച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതിലിപ്പോൾ സ്ലിറ്റൊന്നും നമുക്ക് കട്ട് ചെയ്ത് കളയാനില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റായി ഡബിളാക്കി ടോപ്പ് മടക്കിയിടുക. ഇതാണ് അളവ് ടോപ്പ്. അപ്പോൾ നമുക്കിപ്പോൾ അളവെടുത്തിട്ട്, അതായത് ഇപ്പോൾ ടോപ്പ് വെച്ചിട്ട് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതും ടോപ്പ് വെക്കാതെ ടോപ്പിൻ്റെ അളവെടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് രണ്ടും കൂടി കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മുടെ ടോപ്പിൻ്റെ അളവെടുക്കേണ്ടത് ഇവിടെ നിന്നാണ് ചെസ്റ്റ് എടുക്കുക. ചെസ്റ്റ് എടുത്തിട്ട് നമ്മൾ വേസ്റ്റാണ് എടുക്കേണ്ടത്, അതായത് ഇടുപ്പിലെ ഷേപ്പ്. അപ്പോൾ ചെസ്റ്റ് നമ്മൾ അളവെടുത്തിട്ടാണെങ്കിൽ ഇതുപോലെയാണ് ചെസ്റ്റും വേസ്റ്റും ഹിപ്പിൻ്റെ ഭാഗത്തും നമുക്ക് അളവ് ടോപ്പിൽ എത്രയാണോ കിട്ടിയത് അതേപോലെ എടുക്കുക. അല്ലാതെ അളവ് ടോപ്പ് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലെ ടോപ്പ് കറക്റ്റായിട്ട് നമ്മളിപ്പോൾ പുതിയ ടോപ്പ് വിരിച്ച് വെച്ചതുപോലെ തന്നെ കറക്റ്റായിട്ട് അതിൻ്റെ മേലെ നമ്മുടെ അളവ് ടോപ്പ് വിരിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഇതിലിപ്പോൾ ഇപ്പോൾ ഈ ടോപ്പിൽ സ്ലിറ്റൊന്നും നമുക്ക് കളയാനില്ല. സ്ലിറ്റ് കറക്റ്റ് തന്നെയാണ്. പിന്നെ ടോപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഷേപ്പ് ചെയ്യേണ്ട ടോപ്പിൻ്റെ മേലെ നമ്മുടെ അളവ് ടോപ്പ് ഇതുപോലെ കറക്റ്റായിട്ട് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നെക്കും ഹാം ഹോളും സ്ലീവിൻ്റെ അവിടെ എല്ലാം കറക്റ്റായിട്ട് ഇതുപോലെ പതിച്ച് വിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതുപോലെ കറക്റ്റായി വിരിച്ചു കൊടുക്കുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളിപ്പോൾ ടോപ്പൊക്കെ എടുത്താൽ ആ ടോപ്പ് ഇനി ഷേപ്പ് ചെയ്യാനായിട്ട് വേറെ ഒരു ടൈലറിൻ്റെ അടുത്തൊന്നും പോകേണ്ട ആവശ്യമില്ല. നമുക്ക് വീട്ടിൽ മെഷീൻ ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ കറക്റ്റായി വിരിച്ചു കൊടുത്തിട്ട് ഷേപ്പിൻ്റെ ഭാഗം മാർക്ക് ചെയ്യുക. ചെസ്റ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക, ഹിപ്പിൻ്റെ അവിടെ മാർക്ക് ചെയ്യുക. നമുക്കിതിൽ സ്ലിറ്റിൻ്റെ അവിടെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഇതുപോലെ കറക്റ്റായി മാർക്ക് ചെയ്തതിന് ശേഷം ഇതുപോലെ മേലത്തെ പീസ് എടുത്തിട്ട് നമ്മൾ അതേ അളവ് തന്നെ അടിയത്തെ പീസിലേക്കും കറക്റ്റായിട്ട് ഇതുപോലെയാണ് കൊടുക്കേണ്ടത്. ഫസ്റ്റ് മാർക്ക് ചെയ്തത് ഇതുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ അടിയിലേക്കും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഓർഡർ പോലെ നമ്മൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അതിനാണ് ഞാൻ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഫസ്റ്റ് ടോപ്പ് വെച്ച് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം ആ മാർക്ക് നോക്കിയിട്ട് ഇതുപോലെ അടിയിലെ പീസിലേക്ക് ഇതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് പിന്നെ നമുക്ക് നമ്മുടെ രണ്ട് സൈഡും ഈ ഒരു മാർക്ക് നമുക്ക് മാർക്ക് ചെയ്തത് മാർക്കിങ് കിട്ടും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മേലെ കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതൊന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ടൈലർമാരൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അപ്പോൾ ചെസ്റ്റും വേസ്റ്റും ഒക്കെ അളവെടുക്കുന്നു, കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതങ്ങനെ മാർക്ക് ചെയ്യുകയാണ് ചെയ്യുക. പക്ഷെ ഒന്നും അറിയാത്തവർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ രണ്ട് സൈഡും മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. മാർക്ക് ചെയ്യുമ്പോൾ ഈ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് ഇതുപോലെ ചെരിച്ച് കൊണ്ടുവരണം. ഇതിൽ ഇപ്പോൾ സ്ലിറ്റ് ഒന്നും ചെയ്യാനില്ല. നമ്മൾ സ്ലിറ്റ് ചെയ്യാനുണ്ടെങ്കിൽ സ്ലിറ്റിൻ്റെ അവിടെ കട്ട് ചെയ്തിട്ടാണ് കളയേണ്ടത്. അപ്പോൾ അത് ഞാൻ അടുത്ത വീഡിയോയിൽ നമുക്ക് കസ്റ്റമറിൻ്റെ സ്ലിറ്റ് കൂടുതലുള്ള ടോപ്പ് വരുമ്പോൾ അങ്ങനെ സ്ലിറ്റ് എങ്ങനെയാണ് കട്ട് ചെയ്ത് അടിക്കുക എന്നുള്ളത് കാണിക്കാം. ഇതുപോലെ ഇനി അടുത്ത് സ്ലീവാണ് ചെയ്യുന്നത്. സ്ലീവും ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒന്നും അറിയാത്തവർക്ക് എളുപ്പത്തിൽ ഷേപ്പ് ചെയ്യാനും പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇതൊരു വീഡിയോ ചെയ്യുന്നത്.
ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആം ഹോളിൻ്റെ അവിടെയും ഇതുപോലെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ സ്ലീവിൻ്റെ എൻഡും ഇതുപോലെയാണ് മാർക്ക് ചെയ്തെടുക്കേണ്ടത്. നമ്മളിപ്പോൾ 1 സ്ലീവ് ഇതുപോലെ മാർക്ക് ചെയ്തെടുത്തു. ഇനി ഇതേ അളവ് വെച്ചിട്ടാണ് നമ്മൾ ഈ സ്ലീവും അടുത്ത സ്ലീവും ചെയ്യേണ്ടത്. നമ്മൾ ഒരു സ്ലീവിൻ്റെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ആ അളവ് വെച്ചിട്ട് അടുത്ത സ്ലീവ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ മേലെ മാർക്ക് ചെയ്യും. എന്നിട്ട് ആ പീസ് ഇതേപോലെ എടുത്ത് അടുത്ത പീസിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ആ മാർക്കിംഗ് ഒക്കെ കറക്റ്റായിട്ടുണ്ടാവും. നമുക്ക് ആ മാർക്ക് കൂടി തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. ഫസ്റ്റ് നമ്മൾ ഈ ഭാഗത്തായിരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഭാഗത്ത് ഇങ്ങനെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കും. പിന്നെ അടുത്ത ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇതുപോലെയാണ് വരിക. അപ്പോഴും ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തത് ഉണ്ടാവും. അപ്പോൾ ഈ ലൈനിലൂടെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. നമുക്ക് യാതൊരു ടെൻഷനോ കൺഫ്യൂഷനോ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോൾ ഷേപ്പ് ചെയ്യാൻ തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് എളുപ്പത്തിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അവർക്ക് വേണ്ടിയിട്ട വീഡിയോ ആണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആരും ടെൻഷൻ ആവേണ്ട. നമുക്ക് നമ്മുടെ അളവ് ടോപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് കറക്റ്റായിട്ടുള്ള അളവ് ടോപ്പ് ഉണ്ടെങ്കിൽ ആ ടോപ്പ് തന്നെ വെച്ചിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. വീണ്ടും അടുത്ത വീഡിയോ ആയിട്ട് വരാം.